നമസ്കാരം. കുറ്റകൃത്യങ്ങളുടെ ലോകത്ത് ഇന്നെന്ത് സംഭവിച്ചു? നിഗൂഢതകളുടെ 20ാം മണിക്കൂറിലേക്ക് സ്വാഗതം. വെൽക്കം ടു 20th Hour. ഗർഭിണിയായ യുവതി. ഈ യുവതിയെ ഇസ്തിരിപ്പെട്ടിക്കൊണ്ട് പൊള്ളിച്ചു, കൊലപ്പെടുത്താനും ശ്രമിച്ചു. ഒപ്പം താമസിച്ചിരുന്ന യുവാവ് അറസ്റ്റിൽ. കോഴിക്കോട് കോടഞ്ചേരിയിലാണ് ഗർഭിണിയായ യുവതിയെ ഇസ്തിരിപ്പെട്ടിക്കൊണ്ട് മാരകമായി പൊള്ളലേൽപ്പിച്ച സംഭവത്തിൽ കൂടെ താമസിച്ചു വന്നിരുന്ന യുവാവിനെ അറസ്റ്റ് ചെയ്തത്. വേനപ്പാറയ്ക്കടുത്ത് പെരുവില്ലി ചൂരപ്പാറ ഷാഹിദ് റഹ്മാനാണ് കേസിൽ അറസ്റ്റിലായത്. ഇയാളെ താമരശ്ശേരി ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കോടഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന 28-കാരിയായ താമരശ്ശേരി സ്വദേശിനിയാണ് ഇയാളുടെ ക്രൂര പീഡനത്തിന് ഇരയായത്. യുവതിക്ക് മറ്റു വ്യക്തികളുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ചായിരുന്നു ക്രൂരമർദ്ദനം. ഇപ്പോൾ പ്രേക്ഷകർ ദൃശ്യത്തിൽ കാണുന്നയാളാണ് ഇതിലെ പ്രതി. യുവതിയെ ചൂരൽപ്പാറയിലുള്ള പ്രതിയുടെ വീട്ടിൽ ദിവസങ്ങളായി പൂട്ടിയിട്ടു. ക്രൂരമായി മർദ്ദിക്കുകയും വായിൽ തുണി തിരുകി ഇലക്ട്രിക് ഇസ്തിരിപ്പെട്ടി ചൂടാക്കി ദേഹമാസകലം പൊള്ളിക്കുകയും ചെയ്തു. പ്ലാസ്റ്റിക് വയർ കൊണ്ട് കഴുത്തിൽ കുടുക്കിട്ട് വലിക്കുകയും ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തുവെന്നും പ്രഥമ വിവര റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. യുവാവില്ലാത്ത സമയത്ത് മുറിയിൽ നിന്ന് രക്ഷപ്പെട്ട യുവതി നാട്ടുകാരുടെ സഹായത്തോടെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജിലും ചികിത്സ തേടുകയായിരുന്നു. കോടഞ്ചേരി, തിരുവമ്പാടി, താമരശ്ശേരി തുടങ്ങി വിവിധ സ്റ്റേഷനുകളിൽ പ്രതിയുടെ പേരിൽ മയക്കുമരുന്ന് കൈവശം വെച്ചതിനും സ്ത്രീ പീഡനം, അടിപിടി എന്നിവയ്ക്കും 7ഓളം കേസുകൾ നിലവിലുണ്ടെന്ന് കോടഞ്ചേരി പോലീസ് അടക്കം പറയുന്നു. കാസർഗോഡ് കുമ്പളയിൽ വസ്ത്രങ്ങൾ അലക്കുകയായിരുന്ന യുവതിയെ കടന്നുപിടിച്ച യുവാവ് അറസ്റ്റിൽ. കോയിപ്പാടി പെർവാഡിലെ ജിതേഷിനെയാണ് കുമ്പള പോലീസ് പിടികൂടിയത്. സ്വന്തം വീടിന് പുറകുവശത്ത് തുണി അലക്കിക്കൊണ്ടിരിക്കുകയായിരുന്ന യുവതിയെ കടന്നു പിടിച്ച് മാനഭംഗപ്പെടുത്തി എന്നാണ് പരാതി. രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. ഭർത്തൃമതിയായ 34-കാരി വീടിന് പുറകുവശത്ത് തുണി അലക്കുകയായിരുന്നു. ഇതിനിടയിൽ പിന്നിൽ നിന്നുമെത്തിയ ജിതേഷ് ലൈംഗിക ഉദ്ദേശത്തോടുകൂടി കടന്നു പിടിക്കുകയായിരുന്നു യുവതിയെ.
പക്ഷേ ഇത് യുവതി ചെറുക്കാൻ ശ്രമിച്ചു. ഇത് ചെറുക്കാൻ ശ്രമിച്ചപ്പോൾ യുവതിയെ മുന്നിൽ നിന്ന് വീണ്ടും ഇയാൾ കടന്നു പിടിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത്. സംഭവത്തിൽ കേസെടുത്ത കുമ്പള പോലീസ് പ്രതി അറസ്റ്റ് ചെയ്തു. കോയിപ്പാടി പെർവാഡിലെ ജിതേഷിനെയാണ് പോലീസ് പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. പ്രായപൂർത്തിയാവാത്ത കുട്ടിയുടെ മോർഫ് ചെയ്ത നഗ്ന ചിത്രം പ്രദർശിപ്പിച്ചു. പ്രതി പിടിയിലായി കഴിഞ്ഞു. പെൺകുട്ടിയുടെ നഗ്ന ചിത്രം സ്നാപ്ചാറ്റ് വഴി പ്രചരിപ്പിച്ച പ്രതിയെ കാസർഗോഡ് സൈബർ ക്രൈം പോലീസ് കർണാടകയിൽ നിന്ന് പിടിച്ചു. ദക്ഷിണ കർണാടക ബെൽത്തങ്ങാടി ഉജ്ജിറൈനിലെ മുഹമ്മദ് മഹ്റൂഫാണ് പിടിയിലായത്. 21 വയസ്സാണ് ഈ പ്രതിക്ക് പ്രായം. കാസർഗോഡ് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ പി.കെ. ജിജീഷിന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ പ്രേമരാജൻ, പ്രശാന്ത്, സിപിഒമാരായ ഹരിപ്രസാദ്, വിപിൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. AI കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ഇപ്പോഴും പലർക്കും നേരം വെളുത്തിട്ടില്ല. അന്ധവിശ്വാസത്തിനും അടിമപ്പെട്ട് ആരെന്ത് പറഞ്ഞാലും അത് വെള്ളം തൊടാതെ വിഴുങ്ങുന്ന പലരും നമുക്കിടയിൽ ഇപ്പോഴുമുണ്ട്. ഒടുവിൽ 8ന്റെ പണി കിട്ടുമ്പോഴായിരിക്കും പറ്റിക്കപ്പെട്ടു എന്ന് സ്വയം തിരിച്ചറിയുക. അത്തരത്തിൽ പറ്റിക്കപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ചെന്നൈയിലാണ് സംഭവം. ദോഷം തീർക്കാമെന്ന് വിശ്വസിപ്പിച്ച് മയക്കി ബിസിനസ്സുകാരനിൽ നിന്ന് 10 പവനോളം സ്വർണം കവർന്നു. മിൻ സ്ട്രീറ്റിലെ ക്ഷേത്രത്തിൽ രാത്രി ദർശനം നടത്തി മടങ്ങുകയായിരുന്ന ദീപക് ജെയിനാണ് തട്ടിപ്പിനിരയായത്. വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ദീപകിനെ തടഞ്ഞു നിർത്തിയ തട്ടിപ്പുകാർ ദീപകിന് ചില ദോഷങ്ങളുണ്ട്, അത് തീർത്തു തരാമെന്ന് പറഞ്ഞു. ദീപകിന്റെ കയ്യിൽ പിടിച്ച കുറച്ച് മന്ത്രങ്ങളും ഉരുവിട്ടു. പൂർണ്ണ ഫലം ലഭിക്കണമെങ്കിൽ ദീപക് ധരിച്ചിരുന്ന ആഭരണങ്ങൾ അഴിച്ചു മാറ്റിവെക്കണമെന്നും ഈ വന്നവർ പറഞ്ഞു. പെട്ടെന്ന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടവരെ കുറിച്ച് ഒരു സംശയവും തോന്നിയില്ല ദീപകിനെന്ന് മാത്രമല്ല, അവർ പറഞ്ഞത് തൊണ്ട തൊടാതെ വിശ്വസിക്കുകയും ചെയ്തു. 10 പവനോളം തൂക്കമുള്ള സ്വർണ്ണാഭരണങ്ങൾ അഴിച്ച് അയാൾ ബാഗിലുമിട്ടു.
പിന്നീട് സംഭവിച്ച ഒന്നും ദീപകിന് ഓർമ്മയില്ല. സ്വർണം ബാഗിലിട്ടതോടെ ബോധരഹിതനായി വീണെന്നാണ് ദീപക് നൽകിയ പരാതിയിൽ പറയുന്നത്. തട്ടിപ്പുകാർ സ്വർണവുമായി കടന്നുകളഞ്ഞു. സ്വർണം കവർന്ന 2 അംഗ സംഘത്തിനായി പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. തട്ടിപ്പുകാർക്കായി ഇതര ജില്ലകളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുമുണ്ട്. ഇത് ഒരു ദീപകിന്റെ മാത്രം കഥയല്ല. ഇത്തരത്തിൽ നിരവധി ദീപകുമാർ നമുക്ക് ചുറ്റുമുണ്ട്. അന്ധവിശ്വാസത്തിനും അനാചാരത്തിനും പിറകെ പോകുന്നവർ സൂക്ഷിക്കുക. പണി കിട്ടും, അതുറപ്പാണ്. ഇടവേള. അവധി വേണ്ടെന്ന് വെച്ച് സഹപ്രവർത്തകന് പകരക്കാരനായി ജോലിക്ക് ചെന്നതാണ് ഒരു 23 വയസ്സുകാരൻ. ന്യൂയോർക്കിൽ ക്രിസ്മസ് ദിനത്തിലുണ്ടായ ആക്രമണത്തിൽ അവൻ കൊല്ലപ്പെട്ടു. ക്രിസ്മസ് ദിനത്തിൽ ന്യൂയോർക്കിലെ ലോങ് ഐലൻഡിലുണ്ടായ ആക്രമണത്തിൽ 23-കാരൻ കൊല്ലപ്പെട്ടു. വെസ്റ്റ് ബാബിലോൺ സ്വദേശിയായ എഡിസൺ സിൻ എന്ന CVS ഫാർമസി ജീവനക്കാരനാണ് കൊല്ലപ്പെട്ടത്. ബുധനാഴ്ച വൈകുന്നേരം 6:50 ലിൻഡൻ ഹർട്സിലെ ഈസ്റ്റ് മോണ്ടോക്ക് ഹൈവേയിലുള്ള CVS സ്ഥാപനത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ഫാർമസിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ അപ്രതീക്ഷിതമായി എത്തിയ അക്രമി എഡിസണെ കുത്തുകയായിരുന്നു. നെഞ്ചിന് മാരകമായി പരിക്കേറ്റ യുവാവിനെ ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ക്രിസ്മസ് ദിനത്തിൽ ജോലിയിൽ നിന്ന് അവധിയിലായിരുന്ന എഡിസൺ മറ്റൊരു സഹപ്രവർത്തകന് പകരം അവസാന നിമിഷം ഷിഫ്റ്റ് ഏറ്റെടുത്താണ് അന്ന് ജോലിക്ക് പോയതെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. കഴിഞ്ഞ 10 മാസമായി എഡിസൺ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു. 40 വയസ്സിന് മുകളിൽ പ്രായം തോന്നിക്കുന്ന ഒരാളാണ് ആക്രമണം നടത്തിയത്. ഇയാൾ സംഭവ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടു. പ്രതിയെ പിടികൂടാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും കടയ്ക്കുള്ളിലെ CCTV ദൃശ്യങ്ങൾ കൈമാറാൻ CVS അധികൃതർ വൈകിയത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിച്ചെന്നാണ് പോലീസ് കമ്മീഷണർ പറയുന്നത്.
ഇടുക്കിയിൽ വീണ്ടും ക്രൂര കൊലപാതകം. ഗൃഹനാഥനെ കഴുത്തറുത്തു കൊന്നു. പൊന്നാങ്കാണി ഭോജൻ കമ്പനി എസ്റ്റേറ്റിലെ മുരുകേശനാണ് കൊല്ലപ്പെട്ടത്. ഇയാളുടെ സഹോദരന്റെ മക്കളായ ഭുവനേശ്വർ, വെങ്കിടേഷ് എന്നിവരാണ് കൃത്യം നടത്തിയത്. പണമിടപാട് സംബന്ധിച്ച തർക്കമാണ് കൊലപാതക കാരണം. മുരുകേശന്റെ സഹോദര പുത്രന്മാരാണ് ഇരട്ടകളായ ഭുവനേശ്വറും വിഘ്നേശ്വറും. ആരുമില്ലാത്ത നേരം നോക്കി ഇരുവരും വീട്ടിലെത്തുകയും മുരുകേശനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയുമായിരുന്നു. ഒരാൾ മുരുകേശനെ പിടിച്ചു നിർത്തുകയും മറ്റേയാൾ കൃത്യം നടത്തുകയും ചെയ്തു. എന്താണ് സംഭവിച്ചതെന്ന് പോലീസ് പറയുന്നുണ്ട്. കേൾക്കാം. നാലിനും 4:45 ഈ സംഭവം നടക്കുന്നത്. സംഭവം നടന്ന ഉടനെ പോലീസിന് വിവരം കിട്ടുകയും പോലീസ് ഏകദേശം ഉടൻ തന്നെ സ്ഥലത്തെത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത്, ഇതിനകത്ത് 2 പ്രതികളാണുള്ളത്. മരണപ്പെട്ടയാളുടെ ജ്യേഷ്ഠൻ്റെ മക്കളാണ്, 2 പേരും ബന്ധുക്കളാണ്, തമിഴ്നാട് സ്വദേശികളാണ്. തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള കോമ്പേ സ്വദേശിയായിട്ടുള്ള മുരുകൻ എന്ന് പറഞ്ഞ ആളാണ് മരണപ്പെട്ടത്. ഇതിൽ കൊലപാതകം നടത്തിയിരിക്കുന്ന റിയാൻ്റെ സഹോദരൻ്റെ മക്കളായ ഭുവനേശ്വരനും അവൻ്റെ സഹോദരനായിട്ടുള്ള വിഘ്നേശൻ എന്നീ 2 പേരാണ്. 2 പേരും ഏകദേശം 25 വയസ്സോളം ഉണ്ട്. അവർ തമ്മിലുള്ള തർക്കങ്ങൾ, ഇവർ മറ്റ് കേസുകൾ, തമിഴ്നാട്ടിലെ കേസുകൾ പ്രതികളാണെന്ന് പറയപ്പെടുന്നു. അത് സംബന്ധിച്ച് തർക്കങ്ങളും അത് സംബന്ധിച്ച് പോലീസ് ഇവിടെ അന്വേഷിച്ച് വരാനും അത് മുരുകൻ വിവരങ്ങൾ തമിഴ്നാട് പോലീസിന് കൈമാറിയെന്ന് മറ്റുള്ള വിവരങ്ങൾ, പിന്നെ ഇതിനുള്ള മദ്യപാന സ്വഭാവവും മറ്റുമായിട്ട് ഇടയ്ക്കൊക്കെ തർക്കങ്ങൾ ഉണ്ടാകാറുള്ളതാണ്. അങ്ങനെ ഒരു തർക്കത്തിൻ്റെ ഫലമായിട്ടായിരിക്കാം ഇപ്രകാരം പ്രതികളെ ചോദ്യം ചെയ്യലെന്നും അപ്രകാരമുള്ള തർക്കത്തിൻ്റെ ഫലമാണ് ഈ പ്രകാരം ഒരു അക്രമത്തിലേക്ക് നയിച്ചതെന്ന് നമുക്ക് അന്വേഷണത്തിൽ വെളിവായിട്ടുണ്ട്. പോലീസ് പറയുന്നത് അതാണ്. എന്തായാലും കൊലപാതകം നടത്തിയ ശേഷം പ്രതികൾ 2 വഴിക്ക് ഓടി രക്ഷപ്പെട്ടു. ഭുവനേശ്വർ സമീപത്തെ കടയിൽ നിന്ന് സിഗരറ്റ് വാങ്ങിയ ശേഷമാണ് രക്ഷപ്പെട്ടത്. കൊല്ലപ്പെട്ട മുരുകേശന്റെ ഫോൺ ഉപയോഗിച്ച് കൃത്യം നടത്തിയ വിവരം ഇയാൾ ബന്ധുക്കളെ വിളിച്ചറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. സാമ്പത്തിക തർക്കമാണ് കൊലയ്ക്ക് പിന്നിലെന്നാണ് വിവരം. കൃത്യം നടക്കുന്ന സമയം മുരുകേശനും കൊച്ചുകുട്ടിയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. കുട്ടിയെയും ഈ പ്രതികൾ ഭീഷണിപ്പെടുത്തിയിരുന്നു. പിന്നീട് പ്രതികൾക്കായി പോലീസും നാട്ടുകാരും വ്യാപക തെരച്ചിൽ നടത്തി. സമീപ പ്രദേശത്തു നിന്നും നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് പ്രതികളെ പിടികൂടുകയായിരുന്നു. ഉത്തർപ്രദേശിൽ സിനിമ സ്റ്റൈൽ ഹൈവേ കൊള്ള. സംഘത്തിലെ പ്രധാന പ്രതി കൊച്ചിയിൽ പിടി.
ഉത്തർപ്രദേശിൽ ഹൈവേ കൊള്ള നടത്തി കൊച്ചിയിൽ ഒളിവിൽ കഴിഞ്ഞ പ്രധാന പ്രതിയാണ് പിടിയിലായത്. ബാങ്കിൽ നിന്ന് പണമെടുത്ത് ബൈക്കിൽ വരികയായിരുന്ന അക്കൗണ്ടന്റിനെ ആക്രമിച്ച് 85 ലക്ഷം കവർന്ന കേസിലെ പ്രതി UP സ്വദേശി റിസാഖത്ത് ആണ് പിടിയിലായത്. UPയിൽ നിന്നുള്ള പോലീസ് സംഘവും സെൻട്രൽ പോലീസും ചേർന്ന് കൊച്ചി ചിറ്റൂർ റോഡിലെ ലോഡ്ജിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. 10,000 രൂപയും കണ്ടെടുത്തു. റിസാഖത്തിനെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങി ഉത്തർപ്രദേശിലേക്ക് കൊണ്ടുപോകും. CCTV ദൃശ്യങ്ങളും മൊബൈൽ ടവർ ലൊക്കേഷനും കേന്ദ്രീകരിച്ച UP സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ കേരളത്തിലെത്തിയിട്ടുണ്ടെന്നും കൊച്ചിയിൽ താമസിക്കുകയാണെന്നുമുള്ള വിവരം പോലീസിന് ലഭിച്ചത്. 3 ദിവസം മുൻപാണ് ഇയാൾ മുറിയെടുത്തതെന്ന് ലോഡ്ജ് ജീവനക്കാർ മൊഴി നൽകി. 15-ന് UPയിലെ ഹാപൂർ ജില്ലയിൽ ഡൽഹി ലക്നൌ ദേശീയപാതയിലായിരുന്നു സംഭവം. നോയിഡയിലെ കമ്പനിയിലെ അക്കൗണ്ടന്റായ അജയ് പാൽ എന്നയാൾ പണവുമായി ബൈക്കിൽ വരും വഴി കാറിലും ബൈക്കിലുമായാണ് ഈ കൊള്ള സംഘം അയാൾക്ക് പിന്നാലെ കൂടിയത്. ബൈക്കിൽ യാത്ര ചെയ്ത സംഘത്തിലെ ഒരാൾ അക്കൗണ്ടന്റിനെ ചവിട്ടി സ്കൂട്ടറിൽ നിന്ന് താഴെയിട്ട ശേഷം തോക്ക് ചൂണ്ടി പണമടങ്ങിയ ബാഗ് പിടിച്ചു പറിക്കുകയായിരുന്നു. കൊള്ള സംഘത്തിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടിരുന്നു. പ്രതികളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് പ്രതിഫലവും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഈ കൊള്ള സംഘത്തിലെ പ്രധാന പ്രതിയാണ് കൊച്ചിയിൽ നിന്ന് പിടിയിലായത്. ബാക്കിയുള്ളവർ ഇപ്പോഴും ഒളിവിൽ തന്നെ. ബംഗ്ലാദേശിൽ പ്രശസ്ത റോക്ക് സംഗീതജ്ഞൻ ജെയിംസിന്റെ സംഗീത നിശയ്ക്ക് നേരെ ആക്രമണം. 25 പേർക്ക് പരിക്ക്. പിന്നിൽ ജിഹാദിസ്റ്റുകളെന്ന എഴുത്തുകാരി തസ്ലീമ നസ്രീൻ. ഫരീദ്പൂർ ജില്ലാ സ്കൂളിന്റെ 185-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് നഗർ ബാവുൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ജെയിംസ് എന്ന റോക്ക് സ്റ്റാറിന്റെ സംഗീത നിശ സംഘടിപ്പിച്ചത്. വെള്ളിയാഴ്ച രാത്രി 9:30-ന് ജെയിംസ് വേദിയിലെത്തുന്നതിന് മിനിറ്റുകൾക്ക് മുൻപ് ഏതാനും ചിലർ പരിപാടി നടക്കുന്ന സ്ഥലത്തിന് സമീപം അതിക്രമിച്ചു കയറാൻ ശ്രമിച്ചു. സുരക്ഷാ ഉദ്യോഗസ്ഥരും സംഘാടകരും ഇവരെ തടഞ്ഞതോടെ ആൾക്കൂട്ടം അക്രമാസക്തരായി. സ്റ്റേജിന് നേരെയും കാണികൾക്ക് നേരെയും ഇവർ വലിയ തോതിൽ കല്ലുകളും ഇഷ്ടികകളും എറിഞ്ഞു. കുറഞ്ഞത് 25 പേർക്ക് പരിക്കേറ്റെന്നാണ് വിവരം. സ്ഥിതിഗതികൾ വഷളായതോടെ ജില്ലാ ഭരണകൂടം പരിപാടി റദ്ദാക്കി. അക്രമികൾക്കിടയിൽ പെട്ടുപോയ ജെയിംസിനെ സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്ഥലത്തു നിന്ന് മാറ്റി. അദ്ദേഹത്തിനോ മറ്റ് ബാൻഡ് അംഗങ്ങൾക്കോ പരിക്കില്ലെന്ന് അധികൃതർ അറിയിച്ചു. പിന്നിൽ പാട്ടുകളെയും നൃത്തത്തെയും എതിർക്കുന്ന ജിഹാദിസ്റ്റുകളാണെന്നാണ് എഴുത്തുകാരി തസ്ലീമ നസ്രീൻ ആരോപിച്ചത്. അധികൃതരുടെ ഭാഗത്തു നിന്ന് വിഷയത്തിൽ ഔദ്യോഗിക പ്രതികരണം ഉണ്ടായിട്ടില്ല. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യ കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. പൂർണ്ണമാകുന്നു 20th അവർ. നമസ്കാരം.